18 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. പ്രായപൂർത്തിയാകാത്ത ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തോ. വേറൊന്നുമല്ല, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. വേഗം തന്നെ നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേഗം 18 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ കൂട്ടുകാരെയും ഇപ്പോൾ തന്നെ ടാഗ് ചെയ്യുക. ആദ്യം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സൈറ്റ് ഉണ്ടല്ലോ, ഈ എഴുതിയേക്കുന്ന സൈറ്റ്, അതിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 3 ബാർ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഓൺലൈൻ സർവീസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇലക്ടോറൽ റോൾസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, അതേപോലെ വാർഡ്, പോളിംഗ് സ്റ്റേഷൻ, ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റും കാണാൻ പറ്റും. അതിൽ പേരുണ്ടോ ഇല്ലോ നോക്കുക. ഇനി പേരില്ലെങ്കിൽ നിങ്ങൾ നേരെ ഈ സിറ്റിസൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലൈ ഓൺലൈൻ ഫോർ ഇൻക്ലൂഷൻ ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് ഓർ ഷിഫ്റ്റിംഗ് ഫ്രം വൺ ലോക്കൽ ബോഡി അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സൈറ്റിൽ കയറിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടന്റ്സ്.